ഹേയ് ഹലോ നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ഹെൽമെറ്റ് ടെയിൽസ്. എൻ്റെ പേര് അമർ. എൻ്റെ പേര് നിതിൻ ആൻഡ് ദിസ് ഇസ് എപ്പിസോഡ് 2. യാ എപ്പിസോഡ് 2. എപ്പിസോഡ് 2 മാത്രമല്ല, നമുക്ക് മോട്ടോ ജിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്ന നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് സംസാരിക്കാൻ പറ്റുന്ന എപ്പിസോഡാണ്. അതെ, ഇന്ന് തൊട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് മോട്ടോ ജിബിയെ പറ്റി ഒക്കെ സംസാരിച്ച് തുടങ്ങാൻ പോകുന്ന ഫസ്റ്റ് റിവ്യൂ അല്ല, ലൈക്ക് ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്ന വീഡിയോ. ഇന്ന് മിക്കവാറും ഡയറക്ടർ കുറേ കട്ട് പറയേണ്ടി വരും, അന്ന് കുറേ കട്ട് ചെയ്യും. കാരണം ഞങ്ങൾ സംസാരിച്ച് കാട് കയറി പോകും. എന്ന് പറഞ്ഞ പോലെ നമുക്കിന്ന് തായ്ലൻഡ് ജിബിയെ പറ്റിയും അർജന്റീന ജിബിയെ പറ്റിയും ജസ്റ്റ് ഒന്ന് സംസാരിച്ചാലോ? സംസാരിക്കാം. ഹൈലൈറ്റ് ഓഫ് ദ സീസൺ ഹോർഹെ മാർട്ടിൻ, അതായത് വേൾഡ് ചാമ്പ്യൻ ഇല്ല. നമ്പർ 1 സ്റ്റിക്കർ കൂട്ടിച്ച് വന്നേ. നമ്പർ 1 സ്റ്റിക്കർ അറ്റ് ദ മൊമെന്റ് റേസ് ചെയ്യുന്നത്. ജയിക്കുന്ന ആൾക്ക് നമ്പർ 1 വരും, വേണമെങ്കിൽ എടുക്കാം. ലാസ്റ്റ് സീസണിൽ ചാമ്പ്യൻ ആരാണോ അവർക്ക് 1 ചൂസ് ചെയ്യാം. അത് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അവരുടെ റേസ് നമ്പർ വെച്ച് തന്നെ കൊണ്ടുപോകാം. 89 ആണ്. 89. മാർക്കസ് സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. 93 ആയിരുന്നല്ലേ. റോസ് ചെയ്തിട്ടില്ല. ബെഗ്നായ ചെയ്തു. ഭയങ്കര വിഷമമായിരുന്നു ഒന്നാമത്തെ സ്റ്റിക്കർ ഊരിക്കളെ. പുള്ളിക്ക് കഴിഞ്ഞ സീസൺ അവസാനം ഏപ്രിലിൽ ഇല്ല. അതാണ് വൺ ഓഫ് ദ ഒരു ഹൈലൈറ്റ് ഈ സീസണിലെ. ലൈക്ക് വേൾഡ് ചാമ്പ്യൻ ഇല്ല. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ടൈം വേൾഡ് ചാമ്പ്യൻ ഉണ്ട്. ഡുക്കാറ്റിയുടെ ഷേപ്പ് മീൻസ് ഡുക്കാറ്റിയുടെ ഡ്രസ് ഇട്ട് അത് വിട്ടിട്ട്. അതെ. പുള്ളി കൊറേ കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഗേഴ്സിനി വന്നു. അതെ, കഷ്ടപ്പെട്ടല്ലോ പുള്ളി കുറെ അനുഭവിച്ചു. ലൈക്ക് ഹോണ്ടയിൽ അവസാനത്തെ 2 സീസണിലൊക്കെ പുള്ളി അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ ബൈക്ക് ഫുള്ള് മാർക്കസിന് ചുറ്റാണ് ഡെവലപ്പ് ചെയ്തത്. എന്നിട്ട് പുള്ളി ക്രാഷ് ചെയ്ത് പ്രശ്നമായി പോയപ്പോഴത്തേക്കും അത് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് ഫെർദർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള റൈഡർ ഇല്ല. ഞാനിവിടെ കണ്ടതാണ്. ലൈക്ക് ഹോണ്ടയ്ക്ക് അറിയാം ലൈക്ക് ഹോണ്ടയുടെ വണ്ടി പെർഫെക്റ്റ് അല്ല, പക്ഷെ അവര് ഈവൻ ദോ മാർക്കസിന് വേണ്ടിയാണ് സാധനം ഉണ്ടാക്കുന്നത്. ഹോണ്ടയ്ക്ക് അറിയാം, പക്ഷെ എന്നിട്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് മീൻസ് ലൈക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്, ഓക്കെ മാർക്കസ് എങ്ങനെയും ജയിക്കും. സോ അതുകൊണ്ട് അവർ അതേപോലെ കീപ്പ് ഓൺ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ലൈക്ക് മാർക്കസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വണ്ടി വേറെ റൈഡറിന് മീൻസ് റൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലോട്ടായി മാറി. അത്രേ ലൈക്ക് എക്സ്പാർഗ്രോ വന്നതിൽ ഇച്ചിരി മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഹോണ്ട കയറി വരുന്നുണ്ട്. ഈ സീസൺ നോക്കുവാണെങ്കിൽ എനിക്കൊന്ന് കുറച്ച് നാൾക്ക് ശേഷം ഹോണ്ടയുടെ വൺ ഓഫ് ദ നൈസ് പെർഫോമൻസ് എന്നൊക്കെ പറയാം. സാർക്കോ 6th എന്തോ അല്ലായിരുന്നു, ലൈക്ക് ടോപ്പ് 10 3 റൈഡേഴ്സ് ഉണ്ട് അല്ലേ. രണ്ടിലും കമ്പാരിറ്റീവ്ലി പെർഫോമൻസ് ഓഫ് ഹോണ്ട പണ്ട് സ്ഥിരം ക്രാഷ് ആവാൻ വേണ്ടി മാത്രം വരുന്നത്. ലൈക്ക് പുഷ് ചെയ്ത ക്രാഷ് ആവും. ഗുഡ് ന്യൂസ് ഉണ്ട്, വലൻസിയ 2031 വരെ അവര് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ലൈക്ക് കഴിഞ്ഞ വർഷം റേസ് നടന്നില്ല, അവിടെ ഫ്ലഡ് ഒക്കെ വന്ന് ഭയങ്കര പ്രശ്നമായിട്ട് ഭയങ്കര ബെഗ്നയൊക്കെ വന്ന് പറഞ്ഞു വലൻസിയയില് ഞാൻ റേസ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുറെ പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അവിടുത്തെ കണ്ടീഷൻ സിറ്റുവേഷൻ അത്ര മോശം. അത് ഇപ്പോഴും അവരത് റീബിൽഡ് ചെയ്തുകൊണ്ടെന്ന് ഇരിക്കുകയാണ്, ഫിനിഷ് ആയിട്ടില്ല. പിന്നെ 31 ഇയേഴ്സിന് ശേഷം ഹംഗറിയൻ GP വരുവാണ് അടുത്ത വർഷം. കാരണം 2025 ഡേറ്റ്സും കലണ്ടറും എല്ലാം പുറത്തു വിട്ടു. അവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു 22 റേസസ് ഉണ്ട്. 22. അതെ. ഐഗുറ തായില് ഐഗുറ അണ്ടർഡോഗ്സ് എന്നല്ല, പുള്ളി റൂക്കിയാണ്. റൂക്കി ഓഫ് ദ മീൻസ് ലൈക്ക് ഈ ട്രാക്ക് റേസിംഗ് എപ്രിലിയറെ സാറ്റലൈറ്റ് US ടീമാ. ഫസ്റ്റ് റേസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റേസ് എപ്രിലിയുടെ ഫാക്ടറി ടീമിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തത്. ഫാക്ടറിയിൽ ആരുമില്ല. മാർക്കോ ബെസെക്കി, മറ്റേ ലൂക്ക സാൽവദോറിയോ, ലോറൻസോ സാൽവദോറി. ലൂക്ക സാൽവദോറി വേറെ സോറി, ലോറൻസോ സാൽവദോറി. മാർക്കോനെ ആക്ച്വലി കുറച്ച് 2023 ബെച്ചയ്ക്ക് ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ അർജന്റീന കഴിഞ്ഞ് തായിക്കകത്ത് ടോപ്പിൽ വന്ന അപ്രിലിയ അഗുറയുടെ ആയിരുന്നു. അതും ഫസ്റ്റ് റേസ്. ഈവൻ സ്പ്രിന്റിലാണെങ്കിലും മെയിൻ റേസിലാണെങ്കിലും പുള്ളിയായിരുന്നു ടോപ്പ് അപ്രിലിയ റൈഡറായിട്ട് വന്നത്. പക്ഷെ ഇപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്നറിയോ മാർക്കസ് ഡോമിനേഷൻ ആണ് നടക്കുന്നത്. 2025 ലൈക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ്
എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈവൻ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർക്ക് എല്ലാവർക്കും മേജർ ഹൈലൈറ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ മാർക്കസ് ഡുക്കാറ്റി ഫാക്ടറിയിലോട്ട് വരും എന്നുള്ളത്. അതെ, കാരണം 2-3 കാര്യമുണ്ട്. ഒന്ന്, ഹോർഹെ കയറാനിരുന്ന സീറ്റ് ലൈക്ക് ഹോർഹെ മാർട്ടിൻ ഫാക്ടറി കയറുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇത്രയും ഡ്രാമ ഞാൻ സീരിയലിൽ പോലും കണ്ടു. അതെ, ലാസ്റ്റ് നിമിഷം വരെ ഒരു ദിവസം ഹോർഹെ വന്നിട്ട് പറഞ്ഞു ഞാൻ ഫാക്ടറി കയറും, അടുത്ത ദിവസം പറഞ്ഞു ഞാൻ ഫാക്ടറി ഇല്ല. എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് ഞാൻ ഏപ്രിലേ പോകുന്നു പിടങ്ങി പോയി ഉള്ളി. സീരിയസ്ലി ലൈക്ക് മാർക്കസിനെ ഫാക്ടറിയിലോട്ട് എടുത്തുകൊണ്ട് ഹൊറഹയ്ക്ക് ഇതായി പോയി, സങ്കടം സഹിക്കാൻ വയ്യാതെ കൂട്ടുകാരോടെ പോയി നൈസായിട്ട് വിളിച്ച് അയാൾ ഇറങ്ങുമായിരുന്നു 2025 മീൻസ് അപ്രിലിൽ. ആ സമയത്ത് നൈസായിട്ട് മാർട്ടിൻ പോയതാണ്. അറിയില്ല, അമേരിക്കൻ GP-ലും ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ആക്ച്വലി പുള്ളി ഒരു എന്തോ ഇൻസ്റ്റാഗ്രാം വീഡിയോ എന്തോ ഇറക്കിയിരുന്നു. അല്ല, പുള്ളി പുതിയ ബ്ലോഗ് തുടങ്ങി, വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്. അതെ, കോട്ടയം അടുത്ത് മാർക്കസ്. എനിക്ക് തോന്നുന്നു മാർക്കസ് വന്നിട്ട് മറ്റേ അലക്സ് മാർക്കസിനോട് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത വണ്ടി എല്ലാ സെറ്റപ്പും ഞാൻ പറഞ്ഞു തരാതെ പറഞ്ഞാണ് പുള്ളി. അതെ, അവർ ഒരുമിച്ചാണ് ട്രെയിൻ ചെയ്യുന്നത്. ലൈക്ക് മാർക്കസും അലക്സും ഒരുമിച്ചാണ്, ബ്രദേഴ്സ് അല്ലേ ഓഫ് കോഴ്സ്. അപ്പം വേറെ ആർക്കറിയാത്ത ട്രെയിനിങ് ടിപ്സ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും നല്ല സ്കിൽ മീൻസ് അറിയാം, നിങ്ങളുടെ ബ്രദറാണ്, ഞാൻ എന്തായാലും പറഞ്ഞു തരത്തില്ല. അതേപോലെ പറഞ്ഞു തരില്ല, ഇല്ല കൊടുക്കില്ല ഞാൻ. ലൈക്ക് അതുപോലെ അവർക്ക് ഡേറ്റ ഷെയർ ചെയ്യും, അവർ രണ്ടുപേരും ഡുക്കാറ്റി പ്ലാറ്റ്ഫോമിലാണ്. സോ ഓഫ് കോഴ്സ് മാർക്കിനെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യാൻ അറ്റ് ദ മൊമെന്റ് ലൈക്ക് ഡേറ്റയുടെ ബേസിസിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ മാർക്കസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ അച്ഛനെയാണോ പറയുന്നത്, ആദ്യത്തേനാണോ രണ്ടാമത്തെ? അപ്പൊ നമുക്ക് ഒരു മാർക്കസ് സീനിയർ, ശരിയാണ്, ഒന്നാം മാർക്കസ്, രണ്ടാം മാർക്കസ് അങ്ങനെ പറയാം. ലൈക്ക് അലക്സ് മാർക്കസ് MotoGP വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു എല്ലാരും മാർക്കസ് എന്നായിരുന്നു ലൈക്ക് വിളിച്ചോണ്ടിരുന്നത്. മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെയില്ല, മാർക്കസ് എന്നല്ലേ. ഇപ്പോഴാണ് ഒരു ചലഞ്ചായി മാറിയത്. ലൈക്ക് അപ്പം ഞാൻ പറഞ്ഞ അലക്സ് മാർക്കസിനായിരിക്കും മാർക്കസിന്റെ ഓരോ മൂവും കറക്റ്റ് ആയിട്ട് അറിയാവുന്നത്, കൂടുതൽ ഡേറ്റസ്. അപ്പൊ അയാൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം അറിയാം, ഇപ്പൊ മാർക്കസ് എന്ന് പറയുമ്പോ പ്രശ്നം കൺഫ്യൂഷൻ. നമ്മളെ മറ്റേ ബ്രോഡ് ആഡിയില് പറയുന്നില്ല അന്നേരം ഹസ്ബൻഡ് ആരാ, മോഹൻലാല് പൃഥ്വിരാജ് ഏത് മാർക്കസ് ആണെന്ന് അറിയത്തില്ല, രണ്ടുപേരും ബോഡിയത്തിലും വരുന്നു. മറ്റേ തായ്ലൻഡ് GP-ലല്ലേ പുള്ളി ഫ്രണ്ടില് ഭയങ്കരമായിട്ട് ലീഡ് ചെയ്തിട്ട് അലക്സ് മാർക്കസിനെ കയറ്റി വിട്ടത്. അതിനകത്തിലൊരു കമന്റ് പറഞ്ഞായിരുന്നു മറ്റേ കമന്റേറ്റേഴ്സ്, മാർക്കസ് ലെറ്റിംഗ് അലക്സ് ഡൂയിങ് ഓൾ ദ ഡോങ്കി വർക്ക്. റേസ് തീരാറാവുന്ന ഒരു പ്രതീക്ഷ എടുക്കും, ജയിക്കും അതിന് പുള്ളി വരെ പോയി 1 സെക്കൻഡ് ലീഡിലൊക്കെ പോവും. ചേച്ചി ചോദിച്ച ക്വസ്റ്റ്യന് ഇത് ലൈക്ക് എന്താണ് മാർക്കസിനെ ലൈക്ക് പിടിക്കാൻ പറ്റാത്ത എന്ന്. ഒരു കാര്യമുണ്ട്, ബാനിയ ഇല്ലേ, പെക്കോയ്ക്കാണ് ലൈക്ക് അലക്സ് മാർക്കസിന് കാണാൻ പറ്റുന്ന പോലെ തന്നെ അതിൽ നിന്ന് നല്ലതായിട്ട് വിത്ത് റേസ് എഞ്ചിനീയേഴ്സ് ഡേറ്റ കാണാൻ പറ്റുന്ന ഒരാളാണ് പെക്കോ. കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെക്കോയ്ക്ക് ഇതിനകത്ത് ഡേറ്റ വായിച്ചത് ലൈക്ക് പെക്കോയ്ക്ക് മീൻസ് മാർക്കസ് ചെയ്യുന്ന സാധനങ്ങള് ഡേറ്റ കാണുന്ന പോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ ലൈക്ക് ബാലൻസ് പോകുന്നു, ക്രാഷ് ആവുന്ന ആ ഒരു സിറ്റുവേഷൻ. പെക്കോയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ചേട്ടനും അനിയനും കൂടെ വന്ന് ഇത് നമുക്ക് ഒരു സംഭവം ഇതവര് കുടുംബക്കാരങ്ങ് തല്ലി തീർക്കട്ടെ എന്ന് വിചാരിക്കണം. എന്നിട്ട് അതെ, പിന്നെ വേറെ വ്യത്യാസമുണ്ട്. മോർബിഡലി അത് പറയാം, മോർബി അവിടെ നിൽക്കട്ടെ, അത് ഈ പെക്കോയുടെ കൂടെ തന്നെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. ഇവരെല്ലാം VR46 റൈഡേഴ്സ് ആണല്ലോ. റോസിയുടെ അക്കാഡമി. ആശാൻ എന്റെ അല്ല, ഞാൻ മാർക്കസ്. അപ്പോ ലൈക്ക് പെക്കോ, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്, ലൈക്ക് മാർക്കസ് ഈ ഡുക്കാറ്റി ജോയിൻ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെക്കോയുടെ ഒരു കോൺഫിഡൻസ് ലോസ് വന്നിട്ടുണ്ട്. കാരണം ആ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് എന്താ സംഭവം അറിയോ, ലൈക്ക് 2023 ആ ബൈക്ക് കൊണ്ട് മീൻസ് 2023 ഡുക്കാറ്റി കൊണ്ടിട്ട് പുള്ളി ആ ലാസ്റ്റ് സീസണിൽ ചെയ്തത് തന്നെ ഓഫ് കോഴ്സ് ഈ ഡേറ്റ എല്ലാം ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ തന്നെ പെക്കോയ്ക്ക് ഒരു ഐഡിയ കിട്ടി. പെക്കോ മനസ്സിലാക്കും, മറ്റേ ഈശ്വര മതിൽ പണിയേണ്ടി വരുമോ, മറ്റേ പണ്ട് മറ്റേ ലോറൻസ് റോസി കൂടെ പിറ്റ് ഷെയർ നടക്കൊരു മതിൽ വന്നോലെ എനിക്ക് അല്ല. പക്ഷെ പുള്ളി ഇച്ചിരി കൂടെ സോഫ്റ്റ് സ്പോക്കൺ ആണ്. എത്ര കഴിഞ്ഞ സീസൺ വരെ എടുക്കുവാണെങ്കിൽ ഓക്കെ പെക്കോ ഈസ് എ ജെന്റിൽമാൻ എല്ലാം പറഞ്ഞു. പക്ഷെ ഡുക്കാറ്റിലെ നമ്പർ 1 റൈഡർ അല്ലെങ്കിൽ ആ ടീമിലെ അന്നേരത്തെ നമ്പർ 1 റൈഡർ എന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരുന്ന പെക്കോയ്ക്കാ. അപ്പൊ അതിൽ നിന്ന് ഇത്ര നാൾ നമ്പർ 1 റൈഡർ ഡുക്കാറ്റി കുറെ വർഷങ്ങൾക്ക് ശേഷം വന്ന് ചാമ്പ്യൻഷിപ്പ് ജയിച്ചു. അതൊക്കെ അപ്പൊ നമ്മളെ ഒരു ടീമിൽ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് വെച്ചിട്ട് ഓൾ ഓഫ് എ സഡൻ വേറെ ഒരു പുതിയ റൈഡർ വന്ന് അയാളാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ജയിക്കുകയും ചെയ്യുന്നു. അതും 1 സെക്കൻഡ് ലീഡ്
ഇടക്കിടക്ക് 2-3 സെക്കൻഡ് ലീഡിലൊക്കെ ചെയ്തത്. പുള്ളി ലൈക്ക് പെക്കോയ്ക്ക് ഇതിന്റെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. മാർക്കസ് ആണെങ്കിൽ അതിന്റെ ലിമിറ്റ് കമന്ററിയിൽ പറയുന്ന ഇതിന്റെ ലിമിറ്റ് എവിടെയാണെന്നാ ചോദിച്ചോണ്ടിരുന്നത് ഈ വണ്ടിയുടെ. മാർക്കസ് വന്നിട്ട് ഇതിന്റെ ലിമിറ്റ് അങ്ങ് കാണിച്ചു കൊടുക്കുവാണ്. കാരണം മറ്റേ അർജന്റീന GP-യില് ശരിക്കും അലക്സ് മാർക്കസ് നല്ല പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം GP24 അപ്പം മാർക്കസിനെ ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളിക്ക് അത് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് കോർണറിന്റെ ഔട്ട് വന്നപ്പോഴത്തേക്കും വണ്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോയായിരുന്നു. ഈ ഡുക്കാറ്റിയുടെ ഡുക്കാറ്റിയുടെ ബൈക്സിന്റെ പേരാണ്. ഓരോ ഇയറും ലൈക്ക് ഗ്രാൻഡ് പ്രീ 2024 ലൈക്ക് സാറ്റലൈറ്റ് ടീം അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല. ലൈക്ക് ഇപ്പൊ VR46 എന്ന് പറയുന്ന ടീം യൂസ് ചെയ്യുന്നുണ്ട് ഡുക്കാറ്റിയുടെ ബൈക്സ്. ഗ്രേസിനി യൂസ് ചെയ്യുന്നുണ്ട്, ഡുക്കാറ്റി ഒഫീഷ്യൽ യൂസ് ചെയ്യുന്നുണ്ട്. VR46 ഒരു GP25 ഉണ്ട്. അതെ. അപ്പം ഇവര് കോൺട്രാക്ട് ബേസിസിലാണല്ലോ ഈ സാറ്റലൈറ്റ് കമ്പനികൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ. ലൈക്ക് അപ്പം ഡുക്കാറ്റിയിലെ റൈഡേഴ്സിനാണ് ഒഫീഷ്യൽ 25, അതായത് ടോപ്പ് നോച്ച് വണ്ടി കിട്ടും, അതായത് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വൺ. അപ്പോൾ ഗ്രേസിനി വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കുന്ന 24 ബൈക്സ് ആണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ സീസണിൽ അവർ ജയിച്ച വണ്ടി, മീൻസ് ജയിച്ചത് പെക്കോ അല്ല, അവരുടെ സാറ്റലൈറ്റ് ടീം വെച്ചിട്ട് മറ്റേ മാർട്ടിനാണ് സംഭവം തന്നെ. പക്ഷേ 24 ബൈക്സ് കൊടുക്കും. അതാണ് ഗ്രേസിനി യൂസ് ചെയ്യുന്നത്. അവർ 24 ബൈക്സാണ്. പിന്നെ VR46 ഒരെണ്ണം 24 ബൈക്കും ഒരെണ്ണം 25 ബൈക്കുമാണ്. ജിനന്റോണിയോ എന്ന് പറയുന്ന ഒരു റൈഡർ ഉണ്ട്, പുള്ളി യൂസ് ചെയ്യുന്നത് 25-ഉം മോബിഡലി യൂസ് ചെയ്യുന്നത് 24 ബൈക്കും. അത് കോൺട്രാക്ട് ഇതാണ്. ലൈക്ക് ഒരു ബൈക്ക് അവർക്ക് മീൻസ് അവരുടെ ഒരു കോൺട്രാക്ട് അനുസരിച്ചിട്ട്. പിന്നെ ഇതിനെല്ലാം കാശ് കൊടുക്കണമല്ലോ. ഇതൊക്കെ നല്ല കാശ് കൊടുത്ത് മേടിക്കുന്നുണ്ട്. കാശ് മാത്രമല്ല ഇവര് ഡേറ്റ സപ്പോർട്ടും അങ്ങനെയൊക്കെ എന്തൊക്കെയോ. പിന്നെ മറ്റേ VR46 എന്തായാലും ഒരു 25 എങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ റോസ് പിണങ്ങി പോകും. പിന്നെ ഇത് ലൈക്ക് ഈ റൈഡേഴ്സിന്, ഈ എല്ലാ ഡുക്കാറ്റി റൈഡേഴ്സിനും ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ബൈക്ക് ഒരു പരിധി വരെ ഫാക്ടറി ടീമിന് എന്തായാലും എല്ലാവരും ഡേറ്റ കിട്ടും, മീൻസ് എല്ലാ ഡ്യൂക്കാറ്റിയുടെയും. ഓഫ് കോഴ്സ് KTM പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. KTM ഈ വർഷത്തെ 2024 എൻഡിങ് തൊട്ട് ശനിദശ. പെഡ്രോ കോസ്റ്റ ആയിരുന്നു KTM ലൈക്ക് 2024 കൊണ്ടുവന്ന. അല്ല ആക്ച്വലി അത് പുള്ളിയെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ആ വണ്ടിയുടെ പ്രശ്നമാണ്. അതിന്റെ പൊറോഷൻ കണ്ടിട്ടുണ്ടോ? ചാറ്റർ അല്ല, ചാറ്ററിന്റെ അല്ല, ലൈക്ക് പൊറോഷത്തിൽ കുറച്ച് സ്പോയിലർ ഒക്കെ ഇരിപ്പുണ്ട് ഈ KTM വണ്ടിക്കകത്ത്. KTM ബൈക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് F1 ടീം എന്തോ എഞ്ചിനീയേഴ്സ് എന്തോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എവിടെ ഞാൻ വായിച്ചിരുന്നു. നീ എവിടെ ഇതൊക്കെ വായിക്കുന്നത്? സത്യം, സീരിയസ്ലി അവര് എയറോഡൈനാമിക് എഞ്ചിനീയേഴ്സ് എന്തോ ഇവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് KTM റേസ് ബൈക്സിന്റെ എയറോഡൈനാമിക് സംഭവം ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് 2 റെഡ് ബുൾ ടീം. എനിക്കറിയില്ല, ഇങ്ങനെ കേട്ടതാണ്, കാണാനുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ KTM പുറകിൽ ഒരു ചെറിയ സ്പോയിലർ ഒക്കെ ഉണ്ട്, കാറിന്റെ ഒക്കെ പുറകെ വരുന്ന പോലത്തെ. മറ്റേ തൊപ്പിന് വേണ്ടി പണ്ട് മറ്റേ ഫാൻ പോലെ അതുപോലെ ഒരു സാധനം ഇരിപ്പുണ്ട് അതിന്റെ അകത്ത്. കുറെ സംഭവങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ ഒരു കാര്യമില്ല അറ്റ് ദ മൊമെന്റ്, ഒന്നാമതേ ക്രൈസിസ് അല്ല. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, അവരുടെ വണ്ടി സ്ലോ സ്പീഡ് പോകുന്ന നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാറ്റർ ആവും. എനിക്ക് തോന്നുന്നത് ജാക്ക് മില്ലർ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതേറ്റാണ് ജാക്ക് മില്ലർ യമഹയിൽ വന്നപ്പോഴത്തേക്കും ഇത്രയും ഫ്രണ്ട് ആൻഡ് ഫീൽ ഉള്ള ഒരു വണ്ടി ഞാൻ കണ്ടിട്ടില്ലാതാണ് പുള്ളി പറഞ്ഞത്. മറ്റേ പുള്ളിയുടെ മറ്റേ ബാറ് ഭയങ്കര താഴെ ആയിരിക്കും. അപ്പോഴേ എവഹയിലാണെങ്കിൽ അതിപ്പോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇത് 4th എവിടെ ഒരു കമന്റ് ഉണ്ട്, ഫ്രണ്ട് ആൻഡ് ഫീൽ മാത്രമല്ലോ റെയർ ആൻഡ് ഗ്രിപ്പ് അവിടെ. അതാണ് എല്ലാരും ചോദിക്കുന്നത്. ജാക്ക് മില്ലറും യമഹയും. KTM ടോപ്പ് നെയിംസ്, അതായത് KTM 2 ടീമായിട്ടാണ് വരുന്നത്. ഒന്ന് KTM ഫാക്ടറി ഉണ്ട്, പിന്നെ ടെക് 3 KTM അങ്ങനെ എന്തോ ആണ് പറയുന്നത്. പണ്ട് ഗ്യാസ് എന്നൊക്കെ ഉള്ള ഒരു എന്തോ ടീമായിരുന്നത്. എന്തോ അല്ല ഗ്യാസ് അത് തന്നെ, ചുമന്ന കളർ, അത് മാറി, അത് ഇപ്പോൾ കളഞ്ഞ്. ഫിനാൻഷ്യൽ സ്ട്രഗിൾ കാരണം തന്നെയാണോ എനിക്കറിയില്ല. ഹസ്ക്വറിനെ ഉണ്ടായിരുന്നു പണ്ട് സ്മോളർ കാറ്റഗറിക്കകത്ത്, അവരും ഇപ്പോൾ ഇല്ല. ഇല്ലല്ല, അതെന്തോ ഫൈനാൻഷ്യൽ ഡിസിഷൻ കൊണ്ടാണെന്ന് അറിയില്ല. സീഫ് മോട്ടോ പറ്റി KTM ഒഫീഷ്യൽ ടീമിൽ റേസ് ചെയ്യുന്നത് പെഡ്രോ കോസ്റ്റ 20 വയസ്സെന്തേ ഉള്ളൂ. ഫ്യൂച്ചർ ചാമ്പ്യൻ ആണ് പറഞ്ഞത്. ലൈക്ക് അല്ല പ്രോഡജി ആയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ ആണ് പുള്ളിയുടെ റൈഡിങ് സ്റ്റൈല് തന്നെ ഭയങ്കര അഗ്രസീവ്, അൺഓർത്തഡോക്സ്. കഴിഞ്ഞ സീസണിൽ GP-യിൽ വന്നു, ഗ്യാസ് ടീമിനകത്തായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യമാണ് KTM ഫാക്ടറി ടീമിനകത്തോട് പ്രൊമോട്ടായത്. പിന്നെ വന്നത് ബ്രാഡ് ബിൻഡർ. പുള്ളി കുറച്ച് ആളായിട്ടുണ്ട്, പക്ഷെ പ്രശ്നം പുള്ളിന്റെ കൺസിസ്റ്റന്റ് അല്ല.
കഴിഞ്ഞ വർഷത്തെ ലൈക്ക് KTM ടോപ്പ് റൈഡർ ആയിരുന്നു, KTM ടോപ്പ് റൈഡർ ആയിരുന്നു. കാരണം പുള്ളി ഫോമിലായി കഴിഞ്ഞാൽ ഭയങ്കര പിടിച്ചാ കിട്ടത്തില്ല പുള്ളിനെ. ബ്രാഡ് ബിൻഡറിന്റെ ഏറ്റവും വലിയ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഡ് ബിൻഡറിനെ ഓവർടേക്ക് ചെയ്യാനാണ് പറയുന്നത്. ഭയങ്കര പാടാണ്, ജന്മം ചെയ്ത അയാൾ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര ടഫാന്നാ പറയുന്നത്. MotoGP രാഹുൽ ദ്രാവിഡ്. പിന്നുള്ളത് ടെക് 3 ഈ പ്രാവശ്യം രണ്ടും പുതിയ റൈഡേഴ്സാണ്. കഴിഞ്ഞ വട്ടത്തെ എനിയ ബാസ്റ്റിയാനിനി എന്ന് പറഞ്ഞ റൈഡറുണ്ട്, ഡ്യുക്കാറ്റിയിൽ റൈഡറായിരുന്നു, ബാനിയയുടെ കൂടെയുള്ള റൈഡറായിരുന്നു, ദ ബീസ്റ്റ്. ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് വന്ന, ആക്ച്വലി നൈസാണ്, എനിക്കിഷ്ടമാണ് ആക്ച്വലി. കൺസിസ്റ്റൻസിയാണ് ഒരു പ്രശ്നം. പിന്നെ പുള്ളി ഇഞ്ചുറി ഉറന്നു. കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴേ രണ്ടാമത്തെ ടെക് റൈഡറാണ് മാവറിക് വിന്യാലേസ്. കൺസിസ്റ്റൻസിയുടെ രാജാവ്. ഇതുപോലെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനില്ല. പുള്ളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺപ്രെഡിക്റ്റബിൾ ആണ്. ചില ദിവസമൊക്കെ ഉണ്ടല്ലോ, ചില ദിവസമൊക്കെ പുള്ളി മാരക പെർഫോമൻസാ. സ്പ്രിന്റും കഴിഞ്ഞ സീസണിൽ ഓർമ്മയുണ്ടോ, ഏത് റൗണ്ടാന്ന് ഞാൻ ഓർക്കുന്നില്ല, സ്പ്രിന്റ് ജയിച്ചു, മെയിൻ റേസ് ജയിച്ചു, എല്ലാം ജയിച്ചു ഫസ്റ്റ്. അടുത്ത റേസ് മട്ട് പോയി, വീണ്ടും ബാക്ക് ടു നോർമൽ. കഴിഞ്ഞ 2 റേസിൽ എങ്ങനെയാണോ ഇവരൊന്നും കാണാൻ പറ്റില്ല, ഇവരെയൊന്നും ക്യാമറയെ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ മറ്റേ സ്കോർ കാർഡൊക്കെ നോക്കൂലോ. ലൈക്ക് പെർഫോമൻസ് ഭയങ്കര മീൻസ് KTM ഓൾ ടുഗദർ. KTM എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും മെയിൻ KTM ടീമിനാണ് ശ്രദ്ധിക്കാറുള്ളൂ. പെഡ്രോ കോസ്റ്റയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ലൈക്ക് പുള്ളി നന്നായിട്ട് പുഷ് ചെയ്യും, പക്ഷെ പുഷ് ചെയ്ത് ഹോണ്ടയുടെ അവസ്ഥ താഴ്പ്പ. അത് പഴയ മാർക്കസിന്റെ ഒരു സ്കീം പോലാന്ന് തോന്നുന്നു. ലൈക്ക് ഓവർ റൈഡ് ചെയ്യാൻ ശ്രമിക്കും ബൈക്ക്, അപ്പം കയ്യിൽ നിന്ന് പോവും. അതാണ് ഇപ്പോഴത്തെ KTMന്റെ ഒരു അവസ്ഥ. തായ്ലൻഡിലെ 2 റേസിനകത്തും പുള്ളി ടോപ്പ് 5 ഉണ്ടായിരുന്നു. പക്ഷേ മറ്റേ അർജന്റീനയിൽ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയി പോയി, ഡിസ്ക്വാളിഫൈ ചെയ്തു റിസൾട്ട്. അതാണ് ഏറ്റവും വലിയ സീന് അർജന്റീനയിലെ. എന്തിനാ ഡിസ്ക്വാളിഫൈ ആണെന്ന് അറിയോ ചേച്ചി? ഈസിന്റെ സോഫ്റ്റ്വെയർ മാറിപ്പോയി, ഒരു അഡ്വാൻറ്റേജ് പോലും ഇല്ലാത്ത എന്നിട്ട് വേർഷൻ മാറിപ്പോയി. എഫേർട്ടിലെ ഫെറാരി പോലെ അവര്. അത് വേറെ കഥ. അപ്പം അഗ്യൂറോ പ്രോമിസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എല്ലാവരും സാധാരണ ഒരു MotoGP ടീമിനോട്ട് ഫസ്റ്റ് സീസണിൽ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും ബൈക്ക് ലേൺ ചെയ്യാനും അങ്ങനെയൊക്കെ. പക്ഷെ അഗ്യൂറോ വന്നതിന് ശേഷം തായ്ലൻഡിൽ ലൈക്ക് ഫസ്റ്റ് റേസിൽ ടീമിനെ കാണാനില്ല. അഗ്യൂറോ ആയിരുന്നു ഫസ്റ്റ്, മീൻസ് ടോപ്പ് ഫാസ്റ്റസ്റ്റ്, ലൈക്ക് ഫാസ്റ്റസ്റ്റ് അല്ല, ടോപ്പ് അപ്പറില്ലേ റേസിനകത്തെ, സ്പ്രിന്റിലും ഇതിലും ഫുൾ റേസിലും ടോപ്പ് അപ്പറിലായിട്ട് വന്നത് അഗ്യൂറോ ട്രാക്ക് ഹൗസിനകത്ത് വെച്ചിട്ട്. ബെച്ചയ്ക്ക് ക്രാഷ് ആയിപ്പോയോ കണ്ടില്ല. രണ്ടാമത്തെ റേസ് അർജന്റീനക്കകത്ത് കുറച്ചുകൂടെ നല്ലായിരുന്നു സ്പ്രിന്റിനകത്തൊക്കെ. പിന്നെ മറ്റേ തായ്ലൻഡിലല്ലേ മോർബിഡലിക്ക് പെനാൽറ്റി കിട്ടിയേ, 3 പൊസിഷൻസ് താഴെ. മറ്റേ ക്വാളിഫയേഴ്സിലാണോ ഫൈനൽ പ്രാക്ടീസിലാണോ പുള്ളി വന്നിട്ട് നമ്മുടെ ബെഗ്നായന്റെ ഫ്രണ്ടില് എന്ത് തട്ടു എന്ത് ചെയ്തില്ലേ? അല്ലല്ല, ഫ്രണ്ട് വന്നിട്ട് സ്ലോ ഡൗൺ ചെയ്തോ. ബെഗ്നായ മറ്റേ ഫ്ലൈയിങ് ലാപ്പ് എടുത്തോണ്ടിരിക്കുവായിരുന്നു. അത് ആക്ച്വലി അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ക്വാളിഫയിങ് തീരാറായപ്പോഴാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ഇത്. മോർബിഡലി ആക്ച്വലി 1 ഇയർ കോൺട്രാക്ടേ ഉള്ളൂ VR46 ആയിട്ട്. അപ്പൊ പുള്ളിയുടെ അടുത്ത് മറ്റേ മിക്കവാറും പറഞ്ഞാടും ഈ വർഷമെങ്കിലും പെർഫോം ചെയ്യണം. പക്ഷെ ആക്ച്വലി പുള്ളി പഴയ പെട്രോണാസ് യമഹ ടീമിൽ ആയിരുന്ന ഫാബിയോയും പുള്ളിയും ഭയങ്കര പെർഫോമൻസ്. എന്നിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഏത് റേസാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് 2 ബൈക്കും ക്രാഷ് ആയിട്ട് റോസി ആയിട്ട് നടുക്കൂടെ പോകും. അപ്പം എന്തോ ഒരു ഇഞ്ചുറി പറ്റി, അതിനുശേഷം പുള്ളി ഭയങ്കര ഡൗൺ ആയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുള്ളിക്കൊരു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പേടി അറിയില്ല. ലൈക്ക് ഇപ്പൊ അർജന്റീന എടുക്കുവാണെങ്കിൽ തന്നെ അർജന്റീന ഫൈനൽ റേസിന് മോബിഡലി 3rd വന്നു വിത്ത് 24 ബൈക്കും സോഫ്റ്റ് ടയേഴ്സും. VR46 മാത്രമാണ് സോഫ്റ്റ് ടയേഴ്സ് പ്രിഫർ ചെയ്തത് ആ റേസിനകത്ത്. അവർ രണ്ടുപേരും മാത്രം. എങ്ങനെയാണ് പുള്ളി അത് ലാപ്പ് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തത് എനിക്കറിയത്തില്ല. ഈവൻ ലൈക്ക് അലക്സ് മാർക്കസിന് ടയർ വെയർ ഉണ്ടായിരുന്നു. അത് ഈ സോഫ്റ്റ് ടയറിനെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ടയർ കുറച്ചുകൂടെ പെർഫോമൻസ് നല്ലതായിരിക്കും, പക്ഷേ ടയർ ഡീഗ്രേഡേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഇത്രയും ലാപ്പ് ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻഡ് ഓഫ് ദ ലാപ്പ് എത്തുമ്പോഴത്തേക്ക് ടയർ പോകും. പിന്നെ വേറെ കാര്യമാണ് ടാക്ക് ടെമ്പറേച്ചറും കൂടെ നോക്കണം. യമഹ ജാക്ക് മില്ലറിന്റെ യമഹ. പക്ഷെ ജാക്ക് മില്ലർ അല്ല ആക്ച്വലി ജാക്ക് മില്ലർ യമഹയുടെ ഫാക്ടറി ടീമിലല്ല. ഫാക്ടറി ടീമിലെ മെയിൻ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇരിക്കുന്ന പഴയ ഫാബിയോ ക്വാട്രാറോ എനിക്ക് ഭയങ്കര ഹൈലി പെയ്ഡ് ആയിട്ട് 12 മില്യൺ യൂറോസ് എങ്ങാണ്ടോ കൊടുത്താണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ. പക്ഷേ ടാലന്റഡ് ആണോന്ന് ചോദിച്ചാൽ ആണ്. ഓഫ് കോഴ്സ് പുള്ളിക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന 800cc പോകുമ്പോ അല്ലാതെ ഇനി അറിയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴത്തേക്കുള്ള പ്രശ്നം പുള്ളിക്ക് ഇച്ചിരി പ്രായവും കൂടെ ആവും. പുതിയ റൈഡേഴ്സ് വരും.
ആണ് പ്രായം ഇൻ ദ സെൻസിലേക്ക് മോട്ടോർ സ്പോർട്സിനകത്ത് ഒരു ക്ലോസ് ടു 30 ക്യാമറ വലിയ പ്രായമായ വെറ്ററൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. ഇവരൊക്കെ നടക്കാൻ തുടങ്ങുന്ന ബൈക്ക് ഓടിച്ചു തുടങ്ങും. യൂഷ്വലി അത് ഈ ചെറിയ ട്രെയിനിങ് കണ്ടുവരുന്നത് കൂടുതലും മോസ്റ്റ് ഓഫ് ദ റൈഡേഴ്സ് സ്പാനിഷ് അല്ല ഇറ്റാലിയൻസ് ആയിരിക്കും. അവരൊക്കെ ചെറുതിലേ തുടങ്ങുന്നതാണ് പറയുന്നത്. നമ്മുടെ ക്വാട്രാറോയും സാർക്കോയും മാത്രമേ ഉള്ളൂ ഫ്രാൻസിൽ അല്ലേ? ഫ്രാൻസിൽ നിന്ന് അവരുണ്ട്, ഫ്രാൻസിൽ നിന്നുള്ള റൈഡേഴ്സാണ്. സാർക്കോവിനൊക്കെ ഇവന്റെ പ്രായം കാണും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വയസ്സായതുപോലെയൊക്കെ തോന്നും. സാർക്കോയ്ക്ക് 35 വയസ്സുണ്ട്. നിന്റെ പ്രായം എൻ്റെ പ്രായം പോലും. നീ വെറ്ററല്ലേ? വെറ്ററൻ. കഴിഞ്ഞ സീസണിൽ പ്രമാക്ക് ഡുക്കാറ്റിയുടെ സാറ്റലൈറ്റ് ടീമായിരുന്നു. അതിൽ നിന്നിട്ടാണ് ഹോർഹെ മാർട്ടിൻ വേൾഡ് ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ പ്രാവശ്യം അവർ മാറി. ഹോർഹെ ടീമിൽ നിന്ന് പോയി, ഡുക്കാറ്റിൽ നിന്ന് മാറി അപ്പറിലേ പോയി, പ്രമാക്കും പോയി. ആക്ച്വലി സാറ്റലൈറ്റ് ടീംസ് ഉള്ളത് ഫാക്ടറി ടീമിന് നല്ലതാണ്. കാരണം ഇപ്പം കഴിഞ്ഞ സീസണിലാണെങ്കിൽ യമഹയ്ക്ക് 2 ബൈക്കായിരുന്നു ഉണ്ടായിരുന്നത്. ലൈക്ക് 2 പേരല്ലേ ഉള്ളൂ, 2 റൈഡേഴ്സ് ഓടിക്കുന്ന ഡേറ്റ മാത്രമേ അത്രയും ഡേറ്റ എടുത്തു. ഇപ്രാവശ്യം 4 റൈഡേഴ്സ് ഓടിക്കുന്ന ഡേറ്റാസ് ഇവർക്ക് കിട്ടും. ബൈക്ക് ഡെവലപ്മെന്റ് നല്ലതാണ്. യമഹ ഓടിക്കുന്നത് ആരൊക്കെയാ? ഫാബിയോയും അലക്സൻസും പിന്നെ പ്രമാക്ക് ഓടിക്കുന്നത് ജാക്ക് മില്ലറും പിന്നെ മറ്റേ മിഗൽ ഒലിവേര. എല്ലാ പ്രാവശ്യം ഇഞ്ചുറി പറ്റിയിട്ട് വീട്ടിൽ പോയിരിക്കും പുള്ളി. മിഗൽ ഒലിവേര ഒരു റൂമർ കേൾക്കുന്നുണ്ട് പുള്ളിനെ റീപ്ലേസ് അല്ല, അടുത്ത റേസിന് പുള്ളി ഇല്ല, വേറെ ആരായിരുന്നു ഓടിക്കുന്നത്? അഗസ്റ്റോ ഫെർണാണ്ടസ് ആണ് യമഹയുടെ ടെസ്റ്റ് റൈഡർ. ബോത്ത് ഓൾ സൂപ്പർ ബൈക്കിനാണെങ്കിലും. കാൽക്രച്ചിലോ ഇപ്പൊ എന്ത് ചെയ്യും? അയാൾ കുറെ വർഷങ്ങളായിട്ട് ഇഞ്ചുറി. എന്തെന്നാ അല്ല ഇഞ്ചുറിയോ? പുള്ളി ടെസ്റ്റ് റൈഡർ ആയിരുന്നല്ലേ? പുള്ളിക്ക് എന്താ ഇഞ്ചുറി കാരണം ഇപ്പം ടെസ്റ്റ് റൈഡിങ് പൊസിഷൻ. പുള്ളി മാർക്ക് മാർക്കസ് ഡുക്കാറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയാണ് റേസിന് വരേണ്ടത്. സത്യമായി 27 തൊട്ട് പിരലി ടയേഴ്സ് ആവും. കാരണം 27 ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. വണ്ടി മാറും, CC മാറി, 1800 എയറോടെ സംഭവങ്ങൾ മാറി, സൈസ് എന്തോ കുറഞ്ഞു. ലൈക്ക് ഇത്രയും വിത്തിന് കൂടുതൽ മണ്ടേക്ക് എയറോ പോകാൻ പറ്റില്ല, പറഞ്ഞു. ഇലക്ട്രോണിക് ഡിവൈസസ് മാറി, ടയറും മാറി, ഹോൾ ഷോട്ട്. അതെ. അപ്പം ഫ്രഷ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചേഞ്ചസ് ഒരു ബൈക്കിലോട്ട് കൊണ്ടുവരുമ്പോൾ റൈഡേഴ്സിന് കൺഫ്യൂഷൻ ആയി പോകുന്നത്. കാരണം ടീമിനും ഇത് എവിടെ ലിമിറ്റ്, എന്താ പുഷ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ടയേഴ്സ് മാറുമ്പോൾ തന്നെ നമ്മുടെ ആ പ്രൊഫൈൽ മാറുമ്പോൾ തന്നെ ലൈക്ക് വണ്ടിയുടെ ബിഹേവിയർ തന്നെ മാറും. അപ്പോൾ അത് 27 ഒരു ഹ്യൂജ് ചേഞ്ചാണ്. അപ്പോഴായിരിക്കും ഇനി യമഹയ്ക്കും ഹോണ്ടയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഈ 2 സീസണിൽ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. ഏത് വർഷത്തേക്ക് ഈ V4 ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോ ഈ വർഷം എനിക്കറിയില്ല. ഈ വർഷം ചിലപ്പോൾ മറ്റേ ഡെബ്യൂ ചെയ്യുന്നൊക്കെ പറഞ്ഞത് V4 ചിലപ്പോ അവര് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാനായിരിക്കും. മേ ബി, അറിയില്ല. അതിന്റെ ഇങ്ങനെ ടെസ്റ്റിംഗ് ഉണ്ട് എന്നൊക്കെ കേട്ടിരുന്നു. ലിൻ ജാർവിസിന് മാത്രമേ അങ്ങനെ. ഒരു ഡൗട്ട് വേണ്ട. കഴിഞ്ഞ 2 റേസ് കഴിഞ്ഞല്ലോ, അതില് ഐക്കോണിക് ആയിട്ട് പറയാൻ എന്തെങ്കിലും സംഭവിച്ചു? ഐക്കോണിക് ആയിട്ട് പറയുന്നത് മാർക്കസ് തൂത്ത് വാരി കൊണ്ടുപോയി. സ്പ്രിന്റ് റേസ്, അർജന്റീന ലാപ്പ് റെക്കോർഡും ബ്രേക്ക് ചെയ്ത്. പുള്ളിയുടെ തന്നെ 2014 ലാപ്പ് റെക്കോർഡ് പുള്ളി ഇപ്രാവശ്യം പുള്ളിയുടെ തന്നെ സ്വന്തം ലാപ്പ് റെക്കോർഡ് പുള്ളി ബ്രേക്ക് ചെയ്തു. പുള്ളി മറ്റേ മനോജ് കെ ചെയ്ത്. ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? പുള്ളി ആക്ച്വലി ലൈക്ക് നമ്മളിപ്പം ഫസ്റ്റ് ഇനിഷ്യലി കാണുമ്പോൾ ഫസ്റ്റ് റേസിനകത്ത് മാർക്കസ് ഒരു പരിപാടി കാണിച്ചായിരുന്നു. പോകുന്നതിന്റെ ഇടയ്ക്ക് വണ്ടി സ്ലോ ആക്കിയിട്ട് അലക്സ് മാർക്കസിനെ ഫോളോ ചെയ്ത്. വെറുതെ സ്ലോ ആക്കിയല്ല, പുള്ളി ഫ്രണ്ടിൽ പോയോണ്ട് പുള്ളിയുടെ ടയർ പ്രഷർ ഫ്രണ്ടിൽ പോകുന്നോണ്ട് ഫ്രണ്ടിൽ വണ്ടി തണുത്തുപോയി. ടയർ തണുത്തുപോയി എന്ന് വെച്ചാൽ അവർ എക്സ്പെക്ട് ചെയ്തില്ലായിരിക്കും ലൈക്ക് ഇനിഷ്യലി ഫ്രണ്ടിൽ പോകുന്നു. വണ്ടി നിർത്തി പുള്ളി തിരിഞ്ഞൊക്കെ നോക്കി അലക്സ് മാർക്കസ് പോലെ. എന്നിട്ട് അയാളെ ഫോളോ ചെയ്ത് എത്ര എനിക്ക് തോന്നുന്നു 2 ലാപ്പ് മുന്നേ എന്തോന്ന് തോന്നുന്നു മൂന്നാമത്തെ ലാപ്പിലോ എങ്ങാണ്ടോ തിരിച്ചു പിടിച്ച് തീരാനുള്ള 3ാമത്തെ ലാപ്പിൽ തിരിച്ചു പിടിച്ച്. അതും എന്നിട്ട് ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ ഈ പ്രഷർ കൂട്ടാൻ വേണ്ടി അലക്സ് മാർക്കസിന്റെ എക്സോസിന്റെ തൊട്ട് ബാക്കിലായിരുന്നു പുള്ളി ഫ്രണ്ട് ടയർ കൊണ്ടുവരുന്നത്. ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. അത് നല്ല ഹാർഡാണെന്നാണ് പറയുന്നത്. കാരണം ഈ ഇവിടുന്ന് വരുന്ന ഡേർട്ടി എയറും അതൊക്കെ കാരണം ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം ഫ്രണ്ടില് വാക്യൂം ക്രിയേറ്റ് ആവും. അപ്പൊ നമ്മുടെ ബൈക്ക് സക്കിൻ ആവും. ഫ്രണ്ട് പോകുന്ന പുള്ളിയുടെ എയറോഡൈനാമിക് ഗ്യാപ്പിലാണോ പുള്ളി? അതെ പുള്ളിയുടെ അനിയന്റെ പുള്ളി പോയി. അതും പക്ക ക്ലോസ് ആയിട്ട് പോവുകയും ചെയ്യും. അത് ഭയങ്കര പാടാന്നാണ്. കൊച്ചിന് ഇനിയിപ്പോ CD മ്യൂസിക്കകത്ത് മറ്റേ ലോറിയുടെ സൈഡിൽ പിടിച്ച് സൈക്കിൾ അതുപോലെ പോകുമായിരുന്നു. എന്നിട്ട് ബാക്കി ഒരു 3 ലാപ്പ് ഉള്ളപ്പോ പുള്ളി ഫ്രണ്ടിൽ കയറിയിട്ട് 1 സെക്കൻഡ് ഗ്യാപ്പ് ഒറ്റ 1.7. ഇത് ഫസ്റ്റ് റേസിന്
സെക്കൻഡ് റേസിന് ഇതേപോലെ സെക്കൻഡ് റേസിന് പിന്നെ നിർത്തി തിരിഞ്ഞു നോക്കി പോയതല്ല, അല്ല അത് ഒരു കോർണർ വൈഡായി വൈഡായി പോയി. എനിക്ക് കോർണർ വൈഡായിട്ട് ഇതേപോലെ പരിപാടി വീണ്ടും തുടർന്നു. ലാസ്റ്റ് 2 ലാപ്പോ 4 ലാപ്പോ എന്തോ ഉള്ളപ്പം സെയിം. അത് ഇച്ചിരി വരുന്നത് അപ്പോഴാണ് മറ്റേ ബാക്ക് സ്ലൈഡ് ചെയ്ത് പോയത്. അതെ അതെ അതെ. ഇതിൽ ഏറ്റവും കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനിയയുടെ ആയിരുന്നു. ബാനിയ ഫസ്റ്റ് മീൻസ് ലൈക്ക് തായ്ലൻഡ് നടന്നപ്പോൾ ബാനിയ തേർഡ് പോഡിയത്തിലുണ്ടായിരുന്നു എല്ലാ ഫിനിഷ്. സെക്കൻഡ് അർജന്റീന വന്നപ്പം മെയിൻ റേസിനകത്ത് പുള്ളി പോഡിയത്തിലില്ല, മൊബൈലി ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പറയാം ഇവിടെ ജിജി ഡെല്ലീനില്ലേ, പുള്ളി മറ്റേ ആ റേസ് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പെക്കോ ബെഗ്നായ അകത്തിരിപ്പോയി. ഇയാൾക്ക് മാർക്കസ് ഫസ്റ്റ് വന്നു, പുള്ളിക്ക് കരയടോ ചിരിക്കണോ, പുള്ളി എടാ സാരമില്ലടാ വെക്കോനോട് പറയും. ഇവിടെ വന്നിട്ട് ഇതൊക്കെ സെറ്റ് ആവും മോനുസ്. പെക്കോമാനിയായ ആദ്യം 25 ബൈക്ക് യൂസ് ചെയ്തു, പിന്നെ 24 തിരിച്ചു പോകും. പുള്ളിക്ക് ഫീലിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. പുള്ളിക്ക് 24 ബൈക്കിൽ, അതായത് 2024 യൂസ് ചെയ്ത ബൈക്കിനകത്ത് പുള്ളി കംഫർട്ടബിൾ ആയിരുന്നു, ആ ഒരു ഫീലിനകത്ത് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പെർഫോമൻസ് ബാധിക്കുന്നത്. എന്നിട്ട് തായ്ലൻഡ് ജി പി 25 ബൈക്ക് യൂസ് ചെയ്തു. അർജന്റീന വന്നപ്പോൾ 24.7, അതായത് 25 അല്ല എന്നാൽ 24-നേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ് എന്നുള്ളൊരു ബൈക്ക് യൂസ് ചെയ്തു. ഇനിയിപ്പം നേരെ തിരിച്ച് 24-ലോട്ട് പോവാ. കാരണം ഓൾറെഡി 24 യൂസ് ചെയ്യുന്നുണ്ട്. ഈ 24 ബൈക്കും 25 ബൈക്കും തമ്മിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഇല്ല എന്നാണ് പറയുന്നത്. ഫ്രെയിം മാത്രം. ആക്ച്വലി അവർ 25 ടെസ്റ്റിംഗ് സമയത്ത് 25 കൊണ്ടുവന്നു, 25 എഞ്ചിൻ. എന്നിട്ട് അത് വന്നപ്പോഴാണ് ആ ടെസ്റ്റിംഗിൽ അലക്സ് മാർക്കസ് 25-നേയും കാട്ടിലും നല്ല ടൈമിങ്സ് 24-ൽ ചെയ്ത്. അപ്പൊ അവർക്ക് ചെറിയൊരു ഇത് കൺഫ്യൂഷനായി. എന്നിട്ട് അവര് ആ 25 എഞ്ചിൻ അതേപോലെ പെട്ടിയിലാക്കി തിരിച്ചുകൊണ്ട് വെച്ചിട്ട് 24-ന്റെ എഞ്ചിൻ എടുത്ത് 25-ൽ വെച്ചു. പക്ഷേ മാർക്കസ് 24-ന്റെ എഞ്ചിൻ വെച്ച് 25-ന്റെ ഫ്രെയിമിലല്ലേ ഓടിക്കുന്നത്. അതെ, സെയിം എഞ്ചിൻ വൈസ് രണ്ട് സെയിം ആണ്, 24-25 കുറച്ചല്ലാത്ത വ്യത്യാസം. പക്ഷേ സ്റ്റിൽ മാർക്കസ് ഈസ് ഫസ്റ്റ്. അപ്പം മാർക്കസ് ആണ് ഈ കഴിഞ്ഞ 2 റേസിലെയും. എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന കോട്ട മാർക്കസിന്റെ കോട്ടയാണ്. മാർക്കസിന്റെ കോട്ടയാണത്. അപ്പൊ അതിലും കിങ് ഓഫ് കോട്ട എന്നല്ലേ, കിങ് ഓഫ് കോട്ട മാർക്കസ് ആണ് അവിടുത്തെ ഇത് ലൈക്ക് പ്രിഫറൻസ് കൂടുതൽ. മീൻസ് അയാൾ ജയിക്കുമെന്നാണ് എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത്. മാർക്കസ് കോട്ടയിൽ വെച്ചിട്ട് പറയുന്നത് ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. വേറൊരു സംഭവം ഉണ്ട്, കോട്ടയാടാ കോട്ട. ബാനിയായ പെർഫോമൻസ് വൈസ് നമ്മൾ പറയുന്നു, പക്ഷേ ബാനിയയുടെ ടഫ് ആണ് ഖത്തറാണ് തോന്നുന്നില്ലേ? യൂറോപ്പിലായിരിക്കും, എനിക്ക് അറിയത്തില്ല. കോട്ടയിൽ എന്തായാലും ബാനിയയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ തോന്നുന്നു ഈ ഒരു ട്രാക്ക്. അപ്പൊ ഇനി അടുത്ത ബാനിയായ ഖത്തറിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് വെച്ചിട്ട് അവിടെയും കൂടെ മാർക്കസ് ഡോമിനേറ്റീവ് ആണെങ്കിൽ ബാനിയയുടെ കാര്യം തീർന്നെന്നാണ്. ശരിയായി, അറിയില്ല, നോക്കാം. ഇത് എല്ലാം ബാനിയായ എത്രയും കംഫർട്ടബിൾ ആവുന്ന വണ്ടിയിൽ ബേസ് ചെയ്തിരിക്കും ഇനി അങ്ങോട്ടുള്ള റേസസ് ഒക്കെ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ബെഗ്നായനെ നമുക്ക് വേൾഡ് ചാമ്പ്യൻ 2 ടൈംസ് അടുപ്പിച്ച്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏറ്റവും കൂടുതലും GP റേസ് ഉണ്ടായിരുന്നത് പുള്ളിയാണ്. പക്ഷെ ആ സ്പ്രിന്റില് ക്രാഷ് ആയി പൊക്കോണ്ടിരുന്നോണ്ടാണ്. അതും ഒരു ഇതാണ്, അതും ഒരു റെക്കോർഡായിരുന്നു ബെഗ്നായക്ക്. ബിക്കോസ് ഇത്രയും റേസ് വിൻ ഉണ്ടായിട്ട് ആ സീസണിൽ ചാമ്പ്യൻ ആവാത്തത്. അത് പറഞ്ഞപ്പോഴാണ് മാർക്കസിന്റെ പോഡിയം, ആംഗിൾ നിറ്റോ അയാളുമായിട്ട് ഈക്വൽ ആയി 3rd പ്ലേസിലായി. 90 വിൻസ് ആയി. ഇനിയിപ്പം ടോപ്പ് അത് കഴിഞ്ഞിട്ടുള്ള ആരൊക്കെയാ? റോസി ഉണ്ട്, ആശാൻ എത്ര 115 115 ആണ് തോന്നുന്നു. അതിന്റെ മേളില് അഗൂസ്റ്റിനിയോ 123. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പൊ സ്പ്രിന്റ് കൂടെ ഉള്ളത് കൊണ്ട് മാർക്കസിന് ഈ റെക്കോർഡ് ബീറ്റ് ചെയ്യാൻ ആക്ച്വലി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഒരു വീക്കെൻഡിൽ തന്നെ പുള്ളിക്ക് 2 റേസ് ജയിക്കാം പോടി അടിച്ച. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു പെർഫോമൻസും ഇതേപോലെ ഈ സീസണിൽ ഇഞ്ചറി പറ്റാതെയും പുള്ളി ക്രാഷ് ഒന്നും ആവാതെ പോയി കഴിഞ്ഞാൽ എന്തായാലും റോസിയുടെ റെക്കോർഡ് പൊട്ടിക്കാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അടുത്ത സീസണും ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ പറയല്ലേ, റെക്കോർഡ്സ് ആർ മെന്റ് ടു ബി ബ്രോക്കൺ. ഇല്ല, ഒരു 2 വർഷം മുന്നേ സ്പ്രിന്റ് ഇല്ല. ഇപ്പൊ പണ്ടില്ലായിരുന്നു. which is good. 2 റേസ് കാണാം ഒരു. ഈ മോട്ടോ GP മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളത്. മോട്ടോ 2 അല്ലെങ്കിൽ മോട്ടോ 3 എന്റെ ലോവർ ക്ലാസ്സസിന് സ്പ്രിന്റ് ഒന്നും ഇല്ല, ജസ്റ്റ് റേസ് മാത്രം. പക്ഷെ ആക്ച്വൽ ഏറ്റവും അടിപൊളി റേസിംഗ് കാണേണ്ടത് മോട്ടോ 3 ആണ്. അമേരിക്കസ് അതില് പ്രെഡിക്റ്റ് ആണോ? സർക്യൂട്ട് ഓഫ് ദ അമേരിക്കാസ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഫേവറേറ്റ്, എനിക്ക് തോന്നുന്നതും മാർക്കസ് ജയിക്കുമെന്നാണ്. എനിക്കും, കാരണം അത് മാർക്കസിന്റെ സ്ട്രോങ് ട്രാക്ക് ഏരിയാസ് ആണ്. ബെഗ്നായ എന്ത് ചെയ്യും? കാരണം എപ്പോഴും മാർക്കസ് ജയിച്ച ഒരു രസമല്ലോ, ടു ബി ഓണസ്റ്റ്. ശരിയാണ്. ആ ക്യാമറ 3ാമത്തെ പൊസിഷൻ എനിക്ക് കാണിക്കാൻ പറയണം.
എനിക്ക് അടുത്ത ഘട്ടത്തെ ബാനിയായാണ് അറിയേണ്ടത്. കാരണം ലൈക്ക് പുള്ളി 24 ബൈക്കിലോട്ട് വന്നിട്ട് ഇപ്പം ആ ഫീലിംഗ് കിട്ടുന്നുണ്ടോ എന്താന്ന് എനിക്ക് അതാണ് എങ്ങനെയാണ് ബെഗ്നായ 24 ബൈക്കിൽ ലൈക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ, കാരണം പുള്ളി ആ ബൈക്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതെ അതെ അതിന്റെ എല്ലാ ലിമിറ്റും പുള്ളി സ്പ്രിന്റ് റേസിൽ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. പിന്നെ അലക്സ് മാർക്കസിന് 24 അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെഗ്നായ്ക്ക് പറ്റും. അപ്പൊ അതൊക്കെയാണ്. അത് എന്തായാലും ഈ വീക്കെൻഡ് അറിയാം. അത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇറക്കുകയും ചെയ്യാം. വീക്കെൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം ഒരു മറന്നു റേസിനെ പറ്റി മറന്നു പോകുന്നതിന് മുന്നേ നമുക്കത് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇന്ന് ചെയ്ത സംഭവം ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറെ നമ്മൾ സംസാരിച്ചു, മിക്കവാറും റേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാണും. സീരിയസ് ആയി പോയെന്ന് തോന്നുന്നു. അത്ര സീരിയസ് ഒന്നും അല്ല. നമ്മളത്ര സീരിയസ് ഒന്നും അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യുക. ഞങ്ങൾ ഇതേലത്തെ പുതിയ റേസ് വീഡിയോസും റേസിനെ പറ്റിയുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് കുറ്റങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.